ഓവർ 20th ഓവറിൽ മാത്രമേ ഇത് ഒരു നോർമൽ ഒരു 6 ബോൾസ് ലീഗൽ ബോൾസ് അതിനകത്ത് ചെയ്യുള്ളൂ. ഇതിനകത്ത് വ്യത്യസ്തമായ 12 റൂൾസ് ആണ് നോർമൽ ICC റൂൾസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഉള്ളത്. ഇപ്പൊ നോർമൽ T20യിൽ നിന്ന് നമുക്ക് ചേഞ്ചസ് ഉള്ളത് 12 വ്യത്യസ്തമായ ചേഞ്ചസ് ആണ്. അതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റ് നമ്മൾ ഒരിക്കലും കാണാത്ത, എന്നാൽ ഫുട്ബോളിലോ അല്ലെങ്കിൽ ടെന്നീസിലോ ഒക്കെ കാണുന്ന പോലെ ബാറ്റിംഗ് ടീമിനും ബൗളിംഗ് ടീമിനും ഒരേ ടൈമിൽ സ്കോർ റൺസ് വരും. അതാണ് ഇതിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇതിനകത്ത് പവർ ബോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 20 ഓവേഴ്സിൽ ബാറ്റ്സ്മാൻ ഒരു ബോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെന്ന് പറയാം, എംപയറോട് പറയാം ഇത് പവർ ബോൾ എന്ന് പറയാം. ആ പവർ ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 6 ആണ് അടിച്ചതെങ്കിൽ ആ ബോൾ ഡബിൾ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 12 റൺസ് കിട്ടും. 4 ആണെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 2 8 റൺസ്. ഏത് റണ്ണായാലും അതങ്ങനെ ഡബിൾ ആവും. പിന്നെ ഫാൻ പവർ ഓവർ നമ്മൾ കാണുന്ന ഇപ്പൊ സ്ട്രീമിംഗ് പാർട്ട്നേഴ്സിനാണെങ്കിൽ കൂടുതൽ സ്പോൺസർഷിപ്പും എല്ലാം പോസിബിലിറ്റി കൂട്ടാൻ പറ്റുന്ന, കൂടുതൽ പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫാൻ പവർ ഓവർ. ആ ഫാൻ പവർ ഓവർ നമ്മൾ കളിക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരു കോൺടെസ്റ്റിൽ കൂടെ കണ്ടുപിടിക്കും. ആ പെർട്ടിക്കുലർ ഓവറിൽ എടുക്കുന്നവരാണ് ഇതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും. പിന്നെ പവർ പ്ലേ ബോണസ്. ആ പെർട്ടിക്കുലർ ഒരു പവർ പ്ലേയിൽ ഒരു പെർട്ടിക്കുലർ ഓവറിൽ ഒരു 20 റൺസിന് മുകളിൽ റൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ഒരു ബോണസ് പോയിന്റ് വരും. അതുപോലെ പവർ പ്ലേ വിക്കറ്റ്, പവർ പ്ലേയിൽ ഏതെങ്കിലും വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ അവർക്ക് ബൗളിംഗ് ടീമിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബോണസ് റൺസ് വരും. അതുപോലെ വൈഡിനും നോബോളും നമ്മളിവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ വൈഡിനും നോബോളും ICC ലെവൽ 1 റണ്ണല്ല, ഇതിനകത്ത് 4 റൺസ് ആയിരിക്കും. പിന്നെ ബാക്ക് ടു ബാക്ക് 4 or 6 അടിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അവർക്ക് അതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ബോണസ് വരും. പിന്നെ കോൺസിക്യൂട്ടീവ് 3 ഡോട്ട് ബോൾ വന്നു കഴിഞ്ഞാൽ ബോളിംഗ് ടീമിന് ഒരു പെർട്ടിക്കുലർ റൺസ് വരും. അതുപോലെ മെയ്ഡൻ ഓവർ കഴിഞ്ഞാൽ അതുപോലെ തന്നെ, അതുപോലെ മെയ്ഡൻ ഓവർ വിക്കറ്റ് ആണെങ്കിലും അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് റൺസ് കിട്ടും. പിന്നെ റിവേഴ്സ് ഇമ്പാക്ട് റൂൾ, അത് ബോളിംഗ് ടീമിന് ഇതുപോലെ തന്നെ പവർ ബോൾ പോലെ തന്നെ ഒരു ബോളർ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ബോൾ റിവേഴ്സ് ഇമ്പാക്ട് ബോൾ എന്ന് പറഞ്ഞ് ബോൾ ചെയ്ത് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബോളിംഗ് ടീമിന് എഗെയിൻ ഒരു ബോണസ് റൺസ് വരും. പിന്നെ സർജ് ഓവർ, അതാണ് നമ്മുടെ ലാസ്റ്റ് 12th റൂൾ. സർജ് ഓവർ ഇതുപോലെ തന്നെ ബാറ്റിംഗ് ടീമിന് ഒരു ഓവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർജ് ഓവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് പവർ പ്ലേ പോലെ യൂസ് ചെയ്യാം. ഫീൽഡ് റെസ്ട്രിക്ഷൻസ് 2 ഫീൽഡേഴ്സ് മാത്രം തെളിയാണ്ട് പുറത്തു നിന്നുള്ള ആ ഒരു ഫീച്ചർ. ഇങ്ങനെ ഒരു 12 റൂൾസ് ആണ് നമ്മളിതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിതിനകത്ത് ഒരു ടെസ്റ്റ് പോലെ ഞങ്ങളൊരു ഗെയിം നടത്തിയിരുന്നു. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ബാറ്റിംഗ് ടീമിനും ബോളിംഗ് ടീമിനും ഒരുപോലെ തന്നെ സ്കോർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, കാരണം ഇത്രയും റൂൾസ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഒരേപോലെ തന്നെ 4ഉം 6 ഒക്കെ അടിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വിക്കറ്റ് പോകുന്ന അതേ ഫീൽഡ് തന്നെ ഈ ഒരു 12 റൂൾസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റെനീഷ് അബൂബക്കറാണ്. ഞാൻ റെനീഷിനെ വിളിക്കുന്നു സ്റ്റേജിലേക്ക്. റെനീഷ് CSK ടീമിലെ റെനീഷ്. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സ്ലീബ വർഗീസ്. അതുപോലെ ഞാനും ശ്യാമും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഫോം ചെയ്തത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ ഫ്രാഞ്ചൈസി ടീംസിലും എൻ്റെ എല്ലാവിധ വിജയാശംസകളും. ഒരു മിനിറ്റ്.